ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ, വിക്രം നായകനായിട്ടെത്തിയ വീരധീര സൂര്യൻ, അതോടൊപ്പം തന്നെ സൽമാൻ ഖാൻ നായകനായിട്ടെത്തിയ സിക്കന്ദർ, അതോടൊപ്പം തന്നെ കുഞ്ചാക്കോവൻ നായകനായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സിനിമാ പ്രേമികൾക്കൊരു വിരുന്ന് തന്നെയാണ് ഈ ആഴ്ച ഉണ്ടായിരുന്നത്. കാരണം മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങൾ മികച്ച വിജയം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. വിക്രം കേന്ദ്ര കഥാപാത്രമെടുത്തിയ വീരധീര സൂര്യൻ എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രിയതാര സുരാജിന്റെ ആദ്യ തമിഴ് അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. ജെ സൂര്യയാണ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രം എടുത്തിയപ്പോൾ SC അരുൺകുമാറാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 4 ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രം 6,45,00,000 രൂപയാണ്. ചിത്രത്തിന് തെലുങ്ക് വകുപ്പിന് ഏകദേശം 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് വിക്രം നായകനായിട്ടെത്തിയ വീരധീര സൂര്യൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് ഇതിനോടകം തന്നെയുള്ള 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 25,50,00,000 പിന്നിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രമെത്തിയ സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ. ഗജനി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം AR മുരുകദോസ് ഹിന്ദിയിൽ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ രശ്മിക മന്ദാന നായികയായിട്ടെത്തിയപ്പോൾ കാജർ അഗർവാൾ, സത്യരാജ് തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന് ഏകദേശം 31,25,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഓവർസീസിനായിട്ട് ചിത്രം 19,25,00,000 രൂപ സ്വന്തമാക്കി. ആദ്യ ദിനം 50,05,00,000 രൂപ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഇന്ന് ഈദും കൂടി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലാലേട്ടൻ നായകനെടുത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരുന്ന സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ടൊവിനോ തോമസ്, പൃഥ്വിരാജ് സുകുമാരൻ, മഞ്ജു വാര്യർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ തന്നെയായിരുന്നു. വിവാദങ്ങൾ അവസാനിക്കാതെ മുന്നേറുന്ന ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ 4ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ചത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം 11 കോടിക്ക് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 4ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 45 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം 200 കോടി കളക്ട് ചെയ്തായിട്ട് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തുകയാണ് ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ലിയോ എന്ന് പറയുന്ന സിനിമയിൽ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ വീക്കെൻഡിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം 32,85,00,000 രൂപയായിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 42,56,00,000 രൂപയാണ്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ചാക്കോച്ചൻ നായകനായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴും ചിത്രം വിജയകരമായിട്ട് പ്രദർശനം തുടരുന്നുണ്ട്. OTT റിലീസിന് ശേഷം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു തരംഗം തന്നെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. 39ാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 10 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 55 കോടി ഇതിനോടൊപ്പം തന്നെ പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കളക്ഷൻ നിലനിർത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ചകളായിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. 3 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.